മരട് ഈസ്റ്റ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ SFI, DYFI ബാലസംഘം സംയുക്തമായി സംഘടിപ്പിച്ച SSLC+2 അവാർഡ് വിതരണ ചടങ്ങും വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും പ്രതിഭാ സംഗമം 2024 സംഘടിപ്പിച്ചു. മരട് SN പാർക്കിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് DYFI ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലകൾ ഉൾപ്പെടെ എടുത്താൽ, നമ്മുടെ പൊതു വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ എടുത്താൽ, നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്നതും ഏറ്റവും വലിയ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. വലിയ പ്രാധാന്യം തന്നെയാണ് കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉന്നത വിജയം കൈവരിച്ച മിടുക്കന്മാർ ഉൾപ്പെടെ മിടുക്കന്മാരും മിടുക്കന്മാരും ഉൾപ്പെടെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കേരളം എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നത്? അല്ലെങ്കിൽ ഏറ്റവും മികവാർന്ന, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന, ചരിത്രബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്ന രീതിയിൽ കേരളം മാറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒട്ടനവധിയായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ, നമുക്ക് മുന്നേ പോയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം ഈ കണ്ട നേട്ടങ്ങളെല്ലാം നേടിപ്പിടിച്ചിട്ടുള്ളത്. ഇവിടെ മികച്ച വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നല്ല രീതിയിലുള്ള 86% നല്ല വിഭാഗം കുട്ടികളും വിജയിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഫുൾ A+ മേടിച്ച് എത്തിയിട്ടുള്ളവർ മാത്രമല്ല. സംഘടനയ്ക്ക് ഒരു പരിമിതിയുണ്ട്. പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് പങ്കാളിത്തം സംബന്ധിച്ചൊരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഫുൾ A+ മേടിച്ചിട്ടുള്ളവരെ മാത്രം ക്ഷണിക്കാം എന്ന നിലയിൽ ആലോചിച്ചു. മറ്റുള്ളവർ മോശക്കാരെന്നുള്ള നിലയിലല്ല. അപ്പൊ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട പ്രതിഭകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. പറയുവാൻ കഴിയുന്ന സുഹൃത്തുക്കളില്ല എന്നുള്ള നിലയിലുണ്ട്. അപ്പൊ ഈ നിലയിലൊക്കെ കുട്ടികൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിനകത്തോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനകത്തോ വന്നിട്ടുള്ള വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതല്ല എങ്കിൽ ഇന്ന് സമൂഹം വെറുക്കപ്പെടുന്ന, സമൂഹം ഭയാനകമായി കാണുന്ന മയക്കുമരുന്ന് പോലെയുള്ള വലിയ കൃതികളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അതേപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ള മാതാപിതാക്കളും ഇതിനകത്ത് ഉണ്ട്. അവരും ഇക്കാര്യത്തിനകത്ത് നല്ല ജാഗ്രത പാലിക്കണമെന്ന് മാത്രം ചുരുക്കി സൂചിപ്പിച്ചുകൊണ്ട് 2024 അധ്യയന വർഷം ജൂൺ 3-ാം തീയതി ആരംഭിക്കും. പ്രവേശന ഗാനം തയ്യാറായി കഴിഞ്ഞത് നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. തുടക്കമുത്സവം, പഠിപ്പൊരുത്സവം, അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം എന്നതാണ് അതിൻ്റെ തുടക്കം. ഹരിനാരായണൻ എഴുതി പ്രിയപ്പെട്ട ബിജിപാൽ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനമാണ്. ലോകത്തെ കൂടുതൽ അറിയാൻ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി സഹായകരമായി മാറേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. കാരണം നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. അതിൽ ചില ആളുകൾ ബിടെക്കിനും MBBS-നും അതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കുമാകും പോവുക. സാധാരണ പാറ്റേണിൽ പഠിച്ചു പോകുന്ന കുട്ടികളും ഉണ്ടാകും. ഇത്തവണത്തെ ഒരു പ്രത്യേകത
4 വർഷത്തെ കോഴ്സായി നമ്മുടെ ഡിഗ്രി വിദ്യാഭ്യാസം മാറുകയാണ്. ഞങ്ങളെല്ലാം പഠിച്ച ഇതുവരെ ബാക്കി കുട്ടികൾ പഠിച്ച 3 വർഷത്തിൽ നിന്ന് 4 വർഷത്തേക്ക് മാറുകയാണ്. 4 വർഷത്തേക്ക് മാറുക എന്നത് മാത്രമല്ല, 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം കൂടി നമ്മുടെ കേരളത്തിൽ ലഭിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പൊതുവിൽ നമ്മുടെ വാർത്തകളിൽ മനസ്സിലാക്കിയതോടൊപ്പം ചില അധ്യാപകരോട് സംസാരിച്ചപ്പോൾ, ഇന്ന് സുനിൽ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആർമിയിലെ പ്രിൻസിപ്പളെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ആർമിയിലെ പ്രിൻസിപ്പളോട് ഞാൻ പറഞ്ഞത്, കഥകളി ചെണ്ടയ്ക്ക് ഒരു പയ്യൻ. നമ്മൾ ഇന്നിവിടെ ഒരു പ്രതിഭാ സംഗമം സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുന്നിലിരിക്കുന്നത് അമൂല്യ രത്നങ്ങളാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ പഠിച്ച് മുൻപോട്ട് വരാനായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ, നമ്മുടെ SSLC, +2 അതുപോലെ റാങ്ക് ജേതാക്കളും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിലെ പാത ഒരുപാട് കഠിനം നിറഞ്ഞത് തന്നെയാണ്. ഇന്നത്തെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കേരള ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് യൂണിഫോം, പാഠപുസ്തകങ്ങൾ, അതുപോലെ എല്ലാ തലത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള ഗവൺമെൻറ് പല രീതിയിലും അവരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. സ്കൂൾ തലത്തിലാണെങ്കിലും എല്ലാവിധ നൈപുണ്യ വിദ്യാഭ്യാസം വരെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന ഇവർ, ഈ കുരുന്നുകൾ, അവരുടെ പ്രചോദനം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും മാർക്കിട്ട് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സ്റ്റഡീസ്. പിന്നെ എന്താ